നല്ല രസമുണ്ടല്ലേ. നല്ല കുഞ്ഞ് രണ്ട് കുഞ്ഞ് പൂച്ചകളുണ്ടേ. കണ്ടോ, ഇതാ അവരുടെ അമ്മ. പക്ഷെ എനിക്ക് രാവിലെ നല്ല പണി തന്നിട്ടാണ് ഇരിക്കണേ. രണ്ടുപേരും കുഞ്ഞു മക്കൾ രണ്ടുപേരും. കാര്യം ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഒരു വീട്ടിൻ്റെ മുകളിൽ ഒരു കൂരയുണ്ട്. അപ്പോൾ അതിനകത്തായിരുന്നു ഈ കുഞ്ഞുങ്ങളെയും വെച്ച് ഈ തള്ള ഇങ്ങനെ കിടന്നിരുന്നത്. അപ്പോൾ ആ കൂരയിലൂടെ ചെറിയ ഹോളുണ്ട്. അപ്പോൾ അതിലൂടെ ഇനി വന്ന് വീഴുമെന്ന് ഞാൻ പല ദിവസം ഞാൻ നോക്കി. വീഴാണ്ട് എങ്ങനെയെങ്കിലും പിടിച്ച് മാറ്റി കാർട്ടൂണൊക്കെ കൊണ്ട് വെച്ച് കൊടുത്തു. അതിനകത്തങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടു. പക്ഷെ നടന്നില്ല, ആൾ കയറിയില്ല. അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു വീഴുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. കറക്റ്റ് അതുപോലെ തന്നെ രാവിലെ ഞാൻ വന്നപ്പോൾ ഉറക്കം എഴുതിയിട്ട് വന്നപ്പം ഈ രണ്ട് കുഞ്ഞു പൂച്ചക്കുഞ്ഞുങ്ങളും താഴെയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. നല്ല ഹൈറ്റുണ്ടേ അതിൻ്റെ മുകളിൽ നിന്ന് വന്ന് വീണ. പക്ഷെ എന്തായാലും ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഒരാളിനെ ആദ്യം കണ്ടോളായിരുന്നു, ബ്ലാക്കും വൈറ്റും. ആ ആളിനെ മാത്രമേ കാണത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ബ്ലാക്കിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതേ കിടക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മറ്റേത് അമ്മയുടെ നിറമാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരാളിനെ ഞാൻ കണ്ടോളൂ. അപ്പം വിളി കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ ബ്ലാക്ക് അല്ല വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നല്ലപോലെ നോക്കിയപ്പം സെറ്റിയുടെ അടിയിലാണ്. പിന്നെ സെറ്റിയൊക്കെ വലിച്ച് നീക്കി ആളിനെ എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് പേടിയാണ്. ഞാൻ പൂച്ചേനെ നോക്കും, എനിക്കിഷ്ടമാണ്. പക്ഷേ ആഹാരമൊക്കെ കൊടുക്കും. പക്ഷേ ഇതുവരെ കൈ കൊണ്ടങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ എന്തായാലും പിടിച്ച് കാർട്ടൂണകത്താക്കി പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനെയൊന്നും അമ്മ ഇവിടെ എങ്ങും കാണാനില്ലായിരുന്നു. പിന്നെ അവിടെ വേറെയും ഉണ്ട് പൂച്ചകളൊക്കെ. ഇവർ തമ്മിൽ വലിയ ശത്രുക്കളാണ്. അപ്പോൾ അത് കാരണം ഫ്രണ്ടിലൊന്നും ചെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ വേറെ സെക്ഷനാണ് ആൾക്കാരൊക്കെ. അപ്പം ഞാൻ ബാക്കിൽ കൊണ്ടുവന്നു, കിച്ചൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിളിച്ചപ്പം ഇവിടെ നിന്നോ ഓടി പാഞ്ഞ് വന്ന് കൊച്ചുങ്ങളെയൊക്കെ തൊട്ട് തലോടി കൂടിയിരിക്കും ആൾ. പക്ഷെ എനിക്ക് വീട്ടിനകത്ത് നല്ല പണിയായിരുന്നു. കാഷ്ടവും മൂത്രവും ഒക്കെ ആയിട്ട് നല്ല പണിയുണ്ടായിരുന്നു വീട്ടിനകത്ത്. നല്ല രസമുണ്ടല്ലേ കിടക്കുന്നതാണ്.